ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നിവിടെ പപ്പയില്ല കേട്ടോ. പപ്പ മമ്മിയുടെ വീട്ടിൽ പോയി കാണാം. അപ്പോൾ ഇന്ന് ഫുൾ കിച്ചൺ ഡ്യൂട്ടി എനിക്കാണ്. രാവിലെ കാപ്പി ഇടുന്നത് പോലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യണം. 7:15 ഞാൻ എഴുന്നേറ്റു കേട്ടോ. 7:30 അലാറം വെച്ചെങ്കിൽ ഞാൻ 15 മിനിറ്റ് മുന്നേ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് രാവിലെ ഫസ്റ്റ് തന്നെ കാപ്പി ഇടാണ്. അമ്മൂമ്മയ്ക്ക് ആർക്കും കാപ്പിയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാപ്പി ഇട്ടു. ആൻറ്റിക്ക് കാപ്പി വേണ്ട, അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയിട്ട് മാത്രമുള്ള കാപ്പി ഇങ്ങനെ ഇട്ടേക്കുവാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പുട്ടും ചെറുപയറുമാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി തലേന്ന് തന്നെ ഞാൻ കുറച്ച് ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഈ ചെറുപയർ നല്ല സൂപ്പർ സംഭവമാണ്, നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മളുടെ കഞ്ഞിക്കാണെങ്കിലും പുട്ടിനാണെങ്കിലും അപാര ടേസ്റ്റാണ്. കഞ്ഞിക്കെന്നൊക്കെ പറഞ്ഞ് എൻ്റെ പൊന്നെ, ഇതും ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ആഹാ. അപ്പോൾ അങ്ങനത്തെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ചെറുപയർ കറിയായിട്ട് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണേ. അപ്പോൾ ചുമ്മാ അവിടെ ഒരു കലം വെറുതെ ഇരിക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ വേവിക്കാൻ ഒരു ആഗ്രഹം. ഇതങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. അപ്പോൾ വല്ലപ്പോഴും മോരൊക്കെ കാച്ചുമ്പോഴേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് തലേ ദിവസം വെള്ളത്തിലിട്ടുകൊണ്ട് ഞാൻ കുക്കറിൽ വേവിക്കണില്ല. കുറച്ച് ഉപ്പിട്ടിട്ട് ഇതങ്ങ് വേവിച്ചെടുക്കുക. കുക്കറിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. ഇതിനങ്ങനെ കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കലത്തിൽ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 5-10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് സംഭവം നമുക്ക് നമ്മുടെ പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ പുട്ട് ഞാൻ നനച്ചെടുത്തു. ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല, കാരണം ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാനിതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയും പറഞ്ഞ് ഇതാക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പുട്ട് ഞാനങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് കുഴച്ച് വെച്ചു. അപ്പോൾ സൈഡിൽ ആൻറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തോ ആൻറ്റിയോട് സംസാരിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പുട്ടൊക്കെ കുഴച്ചു. പിന്നെ മെയിൻ ഒരു ടാസ്ക് എന്താണെന്നറിയൂ, ഞാൻ ഇന്നലെ ഞങ്ങൾക്ക് 2 പേർക്കും തേങ്ങ ഉടയ്ക്കാൻ അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇന്നലെ പപ്പ പോയപ്പോൾ അത് പറയാനും മറന്നുപോയി. എനിക്കെന്തോ സാധനം പേടിയാണ്, കയ്യിൽ വെച്ച് ഉടയ്ക്കുമ്പോൾ കൈ പൊട്ടുമോ എന്നൊക്കെയുള്ളൊരു പേടി കാരണം ഇന്നേ വരെ ഞാൻ പൊട്ടിച്ചിട്ടില്ല. പുറത്തായിരുന്നപ്പോഴാണെങ്കിൽ നമുക്ക് ഗ്രേറ്റഡ് കോക്കനട്ട് കിട്ടണോണ്ട് അപ്പോഴും ഞാൻ രക്ഷപ്പെട്ടു. ഇവിടെ ആകുമ്പോൾ പിന്നെ എപ്പോഴും പപ്പയുള്ളതുകൊണ്ട് പപ്പ പൊട്ടിച്ചു തരും. പക്ഷേ ഇന്ന് ഞാൻ രാവിലെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ആ നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്, നമുക്ക് തേങ്ങയില്ല. അപ്പോൾ അങ്ങനെ തേങ്ങ ആര് പൊട്ടിക്കും എന്നുള്ളൊരു ചർച്ചയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, അവര് പറയണ എനിക്ക് മറ്റു സ്ഥലം കൊണ്ട് കൊടുക്കണം. എനിക്കത് നന്നായിട്ട് ദൈവമേ അയ്യൊന്നും പൊട്ടിക്കാൻ വെള്ളം പാത്രത്തിലേക്ക്. പക്ഷെ ഇതിന്റെ ഒരു സൈഡ് അല്ല, ഇനി പപ്പ ചെയ്യാറുള്ളത് ഇങ്ങനെയാന്ന് തോന്നുന്നു. ഇതിന്റെ ഓട്ടയിൽ ഇത് കേറ്റിയിട്ട് അത് കയറ്റാനുള്ളതായിട്ട് നമ്മള് വെള്ളമൊക്കെ പോകട്ടെ. അങ്ങനെ അതിസാഹസികമായിട്ട് ആൻറ്റി ഇത് പൊട്ടിച്ചു. പക്ഷെ എന്താ പറയുക, വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയണ പോലെ ആ തേങ്ങ പൊട്ടത്തേങ്ങയായിരുന്നു. അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് പൊട്ടിച്ചത് അങ്ങനെ തന്നെ ചീറ്റിപ്പോയി. ഇങ്ങനെ ആൻറ്റി ജീവിതത്തിൽ ആദ്യമായിട്ട് പൊട്ടിച്ച തേങ്ങയാണ്, അത് പേട്ട് തേങ്ങയായിപ്പോയി. എന്നിട്ട് പിന്നെ ഞാൻ ഓടിപ്പോയി വേറെ തേങ്ങ എടുത്ത് ആൻറ്റി തന്നെ പൊട്ടിച്ചു. ആ തേങ്ങ നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ പുട്ടിനും ചെറുപയറിനുള്ള തേങ്ങയൊക്കെ ചിരണ്ടി. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ചുരണ്ടി കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾക്ക് മറ്റേ ചെറുപയർ കറിക്ക് ആവശ്യമായിട്ട് വേണ്ടത് കുറച്ച് കൊച്ചുള്ളി വേണം. അപ്പം ഞാൻ കുറച്ച് കൊച്ചുള്ളി നന്നാക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് വേണ്ടത് കുറച്ച് പച്ചമുളകാണ്. ഒരു എരിവിനനുസരിച്ചിട്ട് ഞാനൊരു 4 പച്ചമുളക് എടുത്ത്, എരിവ് കൂടുതൽ വേണ്ട ആൾക്കാർക്ക് പച്ചമുളക് അതനുസരിച്ചിട്ട് ചേർക്കാം. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ അരപ്പുണ്ടാക്കുക. അരപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കുറച്ച് തേങ്ങ ഇടുക, ചെറുപയറിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇടുക, ഒരു 4-5 കൊച്ചുള്ളി ഇടുക, നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇടുക. പച്ചമുളക് എടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കിയെടുക്കുക. അത് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് അരഞ്ഞു പോവുക, നമ്മൾ ജസ്റ്റ് ചതച്ചെടുക്കൂലേ, ചതച്ചെടുക്കുന്ന പോലെ ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോഴത്തേക്കും സംഭവം ജസ്റ്റ് ഒന്ന് ടിങ് ട്രിങ് അത്ര എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സംഭവം റെഡിയാവും കേട്ടോ. പിന്നെ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ചെറുപയറിലോട്ട് നമ്മൾ ഈ അരപ്പ് ചേർക്കുക, ഒന്ന് ഇളക്കുക. ലാസ്റ്റ് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും ഇച്ചിരി വേപ്പിലയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെക്കുക. നല്ല അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുട്ടിന് അടിപൊളിയാണ്. പുട്ടിനെക്കാട്ടിലും ഈ സംഭവം അടിപൊളി കഞ്ഞിയുടെ കൂടെയാണ്. ഒരു രക്ഷയില്ല. അത് പറയുമ്പോൾ തന്നെ എൻ്റെ നാവിൽ നിന്ന് വെള്ളം വരിക. ഇതും കഞ്ഞിയും നമ്മുടെ ചെറുപയറും ഇച്ചിരി ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ ആഹാ എൻ്റെ പൊന്നി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അതിൻ്റെ പണി കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ പുട്ട് ചൂടാൻ വെച്ചോട്ട് എനിക്ക് പുട്ട് ചുട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്കലത്തെ ഇതും കൂടെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പരിപാടി ഉണ്ട്. ഇങ്ങനെ ആടി തൂങ്ങി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല. മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇരുന്ന് പോകൂലേ. അപ്പോൾ ഞാൻ പുട്ടൊക്കെ വേഗം ചുട്ടെടുത്തു. ഇന്നിപ്പം പുറത്ത് മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. കുറച്ചേ ഉള്ളൂ. നമ്മുടെ ഇവിടെ മഴ പെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഭയങ്കര ചൂട്. നമ്മുടെ സ്ഥിരം മലയാളികൾക്കിടെ പറയണ പോലെ തന്നെ ചൂടാകുമ്പോൾ ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് പറയും. പിന്നെ മഴ വന്നുകൊണ്ടിരിക്കുമ്പോൾ പറയും ദൈവമേ മഴ മാറിയാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ സീനാവണ ഒരു പ്രദേശമായതുകൊണ്ട് എനിക്കധികം മഴ വരല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ചൂട് പിന്നെയും സഹിക്കാം, വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ഇതിപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പം മുതൽ ഇതുപോലെ ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ട്. വലിയ മഴയൊന്നുമല്ല, പക്ഷെ അങ്ങനെ വെളിച്ചം വീഴാണ്ടേ ഇനിയും മഴ പെയ്യുന്നുള്ള രീതിക്ക് തന്നെ നിൽക്കണത്. അങ്ങനെ ഞാൻ നല്ല ചൂട് പുട്ടും ചെറുപയറും പപ്പടവും ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ചായയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ കൊതിപ്പിക്കാൻ വന്നിരിക്കുകയാണ്, തിന്നണത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഒരിച്ചിരി പുട്ട്, പിന്നെ കുറച്ച് ചെറുപയർ, അതിൻ്റെ കൂടെ ആ പപ്പടവും കൂടെ വെച്ചിട്ട് നന്നായിട്ട് കൂട്ടി പുരട്ടിയിട്ട് അങ്ങ് തിന്നാം. എൻ്റെ പൊന്നോ എന്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നത് ആ പപ്പടത്തിന് ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു. പക്ഷെ ഞാൻ ഉണ്ടാക്കിയ പുട്ടുപൊടിക്ക് ഉപ്പ് കുറവായതുകൊണ്ട് അതങ്ങ് ബാലൻസ് ചെയ്ത് പോയി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഈ ചെറുപയർ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, എനിക്കറിയില്ല. എനിക്ക് റീസെൻ്റായിട്ടാണ് ഈ റെസിപ്പി എനിക്ക് അറിയുണ്ടായിരുന്നത്. അപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സമയം ഇവിടെ ഒരു 9:15 ആയിട്ടുണ്ടാവും. നമ്മളിപ്പോഴേ തന്നെ ഉച്ചക്കലത്തെയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ വെറുതെ ഇരിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു കറി ഉണ്ടാക്കുന്നുള്ളൂ. പപ്പടം ഉണ്ട്, പിന്നെ കുറച്ച് ബീഫ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഞങ്ങൾ മുരിങ്ങക്കോല് മേടിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഉണക്കച്ചെമ്മീൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മുരിങ്ങാക്കോല്, പിന്നെ ചക്കക്കുരു, ഉണക്കച്ചെമ്മീൻ ഇതെല്ലാം കൂടി ഇട്ടിട്ട്, മാങ്ങയില്ല, അപ്പോൾ നമ്മൾ മീനിലിടുന്ന ആ കറുത്ത പുളിയില്ല, ആ പുളിയെല്ലാം കൂടെ വെച്ചിട്ടൊരു ചാറുകറി പോലെ വെക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാവരും ചിലപ്പോൾ ഉണ്ടാക്കുന്ന കറിയായിരിക്കും കേട്ടോ. നമ്മളുടെ പക്ക നാടൻ ഭക്ഷണം എന്നുള്ള രീതിക്കുള്ള കറിയിൽ വിടുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എനിക്ക് കുറച്ച് ചക്കക്കുരു എന്താ പറയുക നന്നാക്കി, എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും ചക്കക്കുരു നല്ലതാണല്ലോ, കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചക്കക്കുരു നന്നാക്കിയെടുക്കാം. ഓക്കെ, ഞാനപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചക്കക്കുരുയൊക്കെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകിയിട്ട് ഒരു കുക്കറിൽ ഇച്ചിരി വെള്ളവും ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് ഞാനൊരു 3 വിസിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 3 വിസിലാവുമ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് വെന്ത് നല്ല പോലെ വരും. അപ്പോൾ ഒരു 3 വിസിലേൽപ്പിക്കാം. ഇനി കുറച്ചും കൂടെ വേവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 വിസിലേൽപ്പിക്കാം. ഞാനിപ്പോൾ 3 വിസിലേക്ക് ഏൽപ്പിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ എനിക്കെന്തോ ഞാൻ ഈ നമ്മളുടെ മുരിങ്ങാക്കോല് ഞാൻ കുക്കറിൽ അടുപ്പിക്കണില്ല. കാരണം ഞാൻ എപ്പോൾ സാമ്പാർ ഇങ്ങനെയൊക്കെ വെക്കണമെങ്കിലും കുക്കറിൽ ഈ സാധനം ഇട്ട് ഒരു വിസിലടിക്കുമ്പോഴത്തേക്കും അങ്ങ് കുഴഞ്ഞു പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടതാണ്, സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും സെപ്പറേറ്റ് ഇത് വേറൊരു പാത്രത്തിൽ ചുപ്പിട്ട് ഇത് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പാകമാകുമ്പോൾ ഓഫ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ഇതിനും അങ്ങനെ തന്നെ ചെയ്യാൻ പോകും. ഞാൻ ആ ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് മുരിങ്ങാക്കോല് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിന് അധികം ഉടഞ്ഞു പോകാണ്ട് നമ്മുടെ പാകത്തിന് കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഉണക്കച്ചെമ്മീൻ. പണ്ട് എനിക്ക് സാധനം ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ കഴിക്കും. ഇപ്പം പിന്നെ എന്ത് കിട്ടിയാലും കഴിക്കുമല്ലോ. അപ്പോൾ ഇത് നമ്മളുടെ കുഞ്ഞാൻറ്റി അവിടെ നിന്ന് തന്നു വിട്ടതാണ്. അവരുടെ വൈപ്പിൻ ഏരിയ ആയതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ചെമ്മീനും ഇതൊക്കെ ഒരുപാട് കിട്ടും. അപ്പം ഞാൻ ഈ സാധനം ഞാൻ കാണിച്ചു തരാൻ വന്നതാണ്. കണ്ട, ഇത്ര എടുത്തിട്ടുള്ളൂ, കുറച്ചും കൂടെ ബാക്കിയുണ്ട്, അതും കൂടെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ തലയും വാലും കൂടെ ഞാൻ കളഞ്ഞിട്ട് ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ചട്ടിയിലൊന്ന് ചൂടാക്കാം, ജസ്റ്റ് ഒന്ന് വറക്കണ പോലെ എടുക്കാം. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ തലയും ഇതൊക്കെ കൂടെ കളയാണ്. എനിക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ല കേട്ടോ, കാരണം എപ്പോഴും എൻ്റെ കയ്യിൽ കുത്തിക്കയറാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ തലയും വാലും കളഞ്ഞു. പിന്നെ ഇതിൻ്റെ മറ്റേ തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ട് ഞാൻ വെറുതെ ഒന്ന് ചൂടാക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വറക്കുന്ന പോലെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന്, ഒരുപാട് നേരമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് 1 മിനിറ്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്തു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ പോലെ ആയി കഴിയുമ്പോൾ കറിയിലേക്ക് അത് ഫുൾ ഇറങ്ങിയിട്ട് നല്ല രീതിക്ക് നമുക്ക് ചെമ്മീനിൻ്റെ സ്വാദ് നമുക്ക് കിട്ടും. അപ്പം കുറച്ചുള്ളെങ്കിൽ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിക്ക് നല്ല സ്വാദ് കറിക്ക് കിട്ടും നമ്മൾക്ക്. അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനുള്ള അരയ്ക്കുകയാണ്. അതിന് കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഞാൻ അതിനുള്ളിലേക്ക് ഒരു 2 കൊച്ചുള്ളി ഇട്ടു.
പിന്നെ ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഇത്രയും സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക്, ഞാൻ തെണ്ടാൻ പോയി തോന്നുന്നു എവിടെ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഒട്ടൊന്ന് ഭയങ്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട്, നല്ല വെണ്ണ പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനിയൊന്നുമില്ല, ഇനി എന്താ, നമ്മൾ ആ കുക്കർ തുറക്കുക, അതിനുള്ളിലേക്ക് മറ്റേ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് മറക്കരുത്. ആ പുളി 2 കഷ്ണം ഇട്ടുള്ളൂ. 2 കഷ്ണയുടെ ആ ചെമ്മീൻ നമ്മൾ പൊടിച്ചത് ചേർക്കുക. അതിനുശേഷം ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ മുരിങ്ങക്കോലിടുക. അതിട്ട് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ തേങ്ങയുടെ ആ ഒരു മിക്സില്ലേ, ആ മിക്സും കൂടെ ഇട്ട് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആ ഒരു തേങ്ങയുടെ ഒരു പച്ച ഇതൊക്കെ ഇല്ലേ അതൊക്കെ പോകുന്നവരെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഉപ്പൊക്കെ നോക്കുക. ഉപ്പൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാച്ചി ഒഴിക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു തനി നാടൻ ഭക്ഷണം കഴിക്കുന്ന പോലത്തെ ഉണ്ടോ, നല്ല ടേസ്റ്റ്. ഇത് ആരെങ്കിലും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതേ ലാസ്റ്റ് നമ്മൾ കാച്ചി ഒഴിക്കാൻ പോവുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എനിക്ക് മടി ആയതുകൊണ്ട് ഞാൻ കടുക് മാത്രമേ പൊട്ടിച്ചുള്ളൂ. എനിക്ക് ഇച്ചിരി മടി കൂടുതലാണ്. നിങ്ങൾ മറ്റേ കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞിട്ട് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ആദ്യം ഞാൻ വീഡിയോ ഒക്കെ എടുക്കാമല്ലേ, ഇച്ചിരി നല്ലതായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ മടി സമ്മതിക്കാത്തതുകൊണ്ട് ഞാനത് ചെയ്തില്ല. ഞാൻ അപ്പോൾ കടുക് മാത്രമേ താളിച്ചൊഴിച്ചുള്ളൂ. അതുകൊണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അടച്ച് വയ്ക്കുക. നമ്മളുടെ കറി സെറ്റായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് മിറ്റടിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ മഴ കാരണം അടിക്കാൻ പറ്റിയില്ല. എന്താണെന്നറിയോ, മിറ്റത്തെ ഇല കിടക്കണുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അടിച്ചില്ലെങ്കിൽ പപ്പ വരുമ്പോഴത്തേക്കും അങ്ങേര് ചൂലെടുത്തുകൊണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഓടും. അപ്പോൾ അതിന് മുന്നേ ഞാൻ അടിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും നടക്കില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.